ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? മാഷാ അല്ലാഹ്, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ ആവാനായിട്ടുണ്ടാവും നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാ. എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് എനിക്കും അറിയില്ല, ഭയങ്കര മടിയിട്ട വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനും വേണ്ടിയിട്ട്. നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് എന്താണെന്നൊക്കെ അറിയില്ല, ഭയങ്കര മടി എഡിറ്റ് ചെയ്തിടാം. വീഡിയോസൊക്കെ എടുത്തതുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്തിടാൻ ഭയങ്കര മടിയിട്ടാ. പിന്നെ ഒരു പൊറുതേടാകുമ്പോൾ ഞാൻ ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ആക്കലുണ്ട്, പക്ഷെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടി. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളെ ഈദിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെ ഈദിൻ്റെ വിശേഷങ്ങളും ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ പോകുന്നത് ഒരു മഗ്‌രിബിൻ്റെ ശേഷം ഉണ്ട്. നമുക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് അയൽവാസിക്ക് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം, മുഴുവനായിട്ടില്ല, അകലൂടെ ഒരു കഥയായി കിടക്കുകയാണ്. അങ്ങനെ പിന്നെ മഗ്‌രിബിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ വേഗതക്കണ് ചമ്മാട്ടക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നിക്കേണ്ട പിന്നെ ഇതൊക്കെ കാറ് പാർക്ക് ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര പടക്കം പൊട്ടിക്കലിട്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്ത് വന്നത് മുതലായിന്ന്. കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം നമ്മൾ അതും കണ്ട് അവിടെ നിന്നുട്ടാ. അതിന് ശേഷം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പിന്നെ അങ്ങനെയാണ്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്കും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പെരുന്നാൾ തലേന്ന് പോയിട്ടായിരുന്നു ഷോപ്പിംഗ്. അതുവരെ തേരാപ്പാര നടന്ന് പോണ അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ നിൽക്കും. പിന്നെ ഒരു പോക്കാണ്ട് പോയിട്ടാണ് എടുക്കലാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇതുവരെ പോകാത്തൊരു കടയൊക്കെയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചുരിദാർക്ക് നല്ലോണം ഇഷ്ടമായിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അത്ര റേറ്റിലാണ് വാങ്ങിക്കേണ്ട, ഒരു മീഡിയം സൈസിൽ വാങ്ങിക്കുക, ഒരു സാധാ ഇടണ ഒരു ടൈപ്പ് ചുരിദാർ വാങ്ങിക്കാനുള്ള രീതിയിലാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത കട ലക്ഷ്യമിടട്ടെ. നമ്മൾ സ്ഥിരം ദർശനം എന്നായിട്ട് വാങ്ങിച്ചത് ചെമ്മാട്. അവിടെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ളതാണെങ്കിലും എനിക്കുള്ളതാണെങ്കിലും കെട്ടിയവർക്കുള്ളതാണെങ്കിലും എല്ലാവർക്കും ഓരോരുത്തർ തന്നെ വാങ്ങിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് പിന്നെ പോവലെന്നാൽ പിന്നെ എല്ലാതും ഓരോരുത്തർ തന്നെ വാങ്ങിക്കില്ല. കഴിഞ്ഞ ചെറുനാക്കൊക്കെ മുഴുവനും അവിടെ നിന്ന് 4 ആക്കുള്ളതും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം ഇവിടെ ഭയങ്കര ഒക്കെ ഇതയിക്കണം. തലേന്നായില്ലേ, എല്ലതും കഴിഞ്ഞിട്ട് തോന്നുന്നു. ഇവിടുത്തതൊക്കെ നല്ലതൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് മോൻക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ടാ. മോൻക്കുള്ള ഡ്രസ്സ് ദർശനയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാക്കിൽ എല്ലാവർക്കും കച്ചവടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. എല്ലാ കടക്കാർക്കും എന്താണെന്ന് വെച്ചാൽ ഇൻ്റെതൊരു കടയിൽ നിന്ന്, കാക്കാൻ്റെ ഒരു കടയിൽ നിന്ന്, പിന്നെ സിധുവിൻ്റെ ഒരു കടയിൽ നിന്ന്, അതുപോലെ സിംബുവിൻ്റെ ഒരു കടയിൽ നിന്ന്, അങ്ങനെ 4 ആളുടെ 4 കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കട കയറി ഇറങ്ങിയിട്ടുണ്ട്. അതാണ് രസം. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങലില്ല. ഞാൻ ഒറ്റ കട കയറിയിട്ട് അവിടെ നിന്ന് തന്നെ എടുത്ത് പോരുന്ന ആളാണ് കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം പോയിട്ട് പിന്നെ ചെമ്മാട്ടങ്ങാടിയുള്ള എല്ലാ കടയിലും കയറി ഇറങ്ങിയിരിക്കണം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് പഴിച്ച് ചത്തിട്ടുണ്ടെന്ന് പറയാനുള്ളൂ. കാരണം നമ്മൾ ആ ഒരു മഗ്‌രിബിൻ്റെ നേരത്ത് പോയിട്ട് ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം, സമയം 11:30 മണി കഴിഞ്ഞ് കിട്ടും. ഇങ്ങോട്ടും കടകളൊന്നും അടച്ചിട്ടില്ല, നിറയെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഇനി ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒന്നിനും നേരമില്ലല്ലോ. അപ്പം നമ്മളിതൊക്കെ കയറി കണ്ട കടയും. പിന്നെ ഞാൻ വിചാരിച്ച് ഞങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം വരുന്നത് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോകണവരെന്ന്. ചെമ്മാട്ടങ്ങാട്ടി കണ്ട് വന്ന് നോക്കുമ്പോൾ എന്താ പറയുക, കൈയും കാലും എടുത്തേക്കാൻ സ്ഥലമില്ല. കടകളിലൊക്കെ അത്രക്കും തിരക്കിട്ടാ. മനസ്സിലേക്ക് ആകെ ചടപ്പ് ഇട്ടെറിഞ്ഞ് വേഗം കടയിൽ നിന്ന് ഇറങ്ങി പോരുന്ന കാരണം എന്താ വെച്ചാൽ നോക്കാൻ കഴിയണില്ല. കാരണം അത്രക്കും പിന്നെ ആളും തിരക്കും എല്ലാം കൂടി ആയിട്ട് പിന്നെ ഡ്രസ്സൊന്നും നോക്കാൻ കഴിയില്ല കേട്ടോ. ഒരു ചടപ്പ് എന്നിട്ടാണ് പിന്നെ അടുത്ത കടയൊക്കെ അങ്ങനെ കയറി പോവുകയും ചെയ്യുന്നത്. ഒരു കാരണം അതുമാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ചമ്മട്ടങ്ങാടി റോഡൊക്കെ ബ്ലോക്കായിരുന്നു കേട്ടോ. ചിലപ്പോൾ എല്ലാവരും ഞാൻ വിചാരിച്ചത് നമ്മൾ മാത്രമല്ല, എല്ലാവരും തലേന്ന് തന്നെ എടുക്കാൻ വരുന്നത് തോന്നുന്നത്, അത്രക്കുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞ് ഞങ്ങൾ. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ഓർഡർ ചെയ്തതെന്തായിരുന്നു, ചിക്കൻ കൊണ്ടൊരു സാധനത്തിൻ്റെ പേരൊക്കെ ഇപ്പം ഞാൻ മറന്നു. പിന്നെ പൊറാട്ടി സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതാ നല്ല ചൂടോട് കൂടിയിട്ടുള്ളതായിരുന്നു. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലെത്തിയപ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 12 മണി കഴിഞ്ഞിട്ട് നമുക്കുണ്ട് ഉറങ്ങാൻ കഴിയണ പെരുന്നാൾ തലേന്ന്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കവറ് കണ്ടാലും അറിയാം, ഓരോരോ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. കവറുമ്മലുണ്ട് പേരൊക്കെ. അപ്പോൾ അങ്ങനെ 4 കടയിൽ നിന്നാണ് നമ്മൾ 4 ആൾക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത്.
അപ്പോൾ പിന്നെ 12 മണി ആയിക്കണ് ഇവിടെ വന്നപ്പോൾ വന്ന പാട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ വേഗം മോക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ വേഗം മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് കാക്ക തുണിയായിരുന്നു ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതാണ് എല്ലാ പെരുന്നാൾക്ക് തുണിയാണ് എടുക്കുക. മുപ്പര് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ കര അടിക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ വന്ന ഡ്രസ്സും കൂടെ അടിച്ചിട്ടിട്ടില്ല. വേഗം കര അടിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. കര അടിച്ചിട്ട് ഒലിമ്പിടാനാണ് കേട്ടോ. മുപ്പര് ഒലിമ്പിറ്റ് പെരുന്നാൾക്കുള്ള ഡ്രസ്സുള്ളൂ. നമ്മൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഒലിമ്പിക്കാണ്ട് ഇടാനുള്ള പരിപാടി നടക്കൂല അല്ലേ. അങ്ങനെയുണ്ട്. പക്ഷേ കാക്ക അങ്ങനെ ഉണ്ടാവും, ഒക്കെ ഒലിമ്പിറ്റാണ് ഇടുക. അപ്പം ഞാൻ വേഗം അത് അടിച്ചു കൊടുക്കുകയാണ്. എന്നാലേ അതാണ്ട് കഴുകി തോരട്ടാൽ നേരെ വെളുക്കുമ്പോഴത്തേനോ ഫാൻ തൊട്ടിട്ടാലോ ഉണങ്ങി കിട്ടിക്കോളുമല്ലോ. അപ്പോൾ അതിന് നിന്നിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം, ഇത് കഴിഞ്ഞിട്ട് വേണം മോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത്. കാരണം അയൽവാസിൻ്റെത് സ്റ്റിച്ചിങ് മുഴുവനായിട്ടില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു മാക്സിങ് ഇതൊക്കെ വരി അടിക്കുന്ന പരിപാടികളുണ്ട്. അല്ലാതെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ മാക്സി വരി അടിക്കുക, ഷേപ്പ് ചെയ്യുക, കട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പം ഞാൻ വേഗം തുണി റെഡിയാക്കിക്കാണ് പിന്നെ വേഗം മോക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്ന്. മൈലാഞ്ചി ഡിസൈനൊന്നും വലിയ അറിയില്ല. നമുക്ക് ആ പണ്ടത്തെ സ്റ്റൈലിലുള്ള ഡിസൈൻ. ഓൾക്ക് പിന്നെ അങ്ങനത്തെ ആ ഡിമാൻഡ് ഇതൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്നുകൊണ്ട് കുത്തിക്കറക്കി ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു അത് വേണം ഇത് വേണമെന്നുള്ളതൊന്നുമില്ല. ഞാൻ ഇട്ട് കൊടുക്കണം, എന്താ അതാണ് പറ്റും. അങ്ങനെയാണ്. അങ്ങനെ ആൾക്ക് ഉറക്കം വന്ന് കിടക്കാൻ മുട്ടിക്കുന്നുണ്ട്. ഓൾക്ക് വലിയ പൂതിയൊന്നുമില്ല മൈലാഞ്ചി ഇടാൻ, എനിക്കാണ് വലിയ ആവശ്യം. അങ്ങനെ ഇതാ മൈലാഞ്ചൊക്കെ ഇട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതും സ്റ്റിച്ച് ചെയ്ത് ഞാൻ കിടന്നുറങ്ങുന്ന സമയം ഇതൊക്കെ 2:05 ആയിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ വേഗം 2:05 ഉറക്കം വരുന്നില്ല. അപ്പോൾ പിന്നെ കിടന്നുറങ്ങിയപ്പോൾ 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് സുബൈക്കാണ് കേട്ടോ. സമയം ഒരു 4 മണിക്ക് അലാറം വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ എണീറ്റത് 5 മണിക്കാണ് കേട്ടോ. പിന്നെന്താണ്, ഇന്നലെ തലേന്ന് ആ നേരെ വൈകി വന്നതുകൊണ്ട് നമ്മൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഫുഡൊക്കെ ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ ചിക്കനും ബീഫും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി വെക്കാനുള്ള ഐഡിയും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി ആ 2 മണി നേരമായപ്പോൾ പിന്നെ വേണ്ട വെച്ചാൽ പിന്നെ ഈ ഒരു 4 ആൾക്ക് വേണ്ടിയിട്ട് വെറുതെ രാവിലെ നീച്ച് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ആകൊക്കെ എല്ലാം കൂടി എരപ്പായി കിടക്കുകയായിരുന്നു. കട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് അതേപടിയാണ് കിടന്നൊക്കെയായിരുന്നു. അപ്പോൾ പിന്നെ അത് നന്നാക്കലും കുക്ക് ചെയ്യലും എല്ലാം കൂടി നടക്കില്ലല്ലോ വിചാരിച്ചിട്ട് കാക്ക ഫുഡ് ഒന്ന് ഓർഡർ ആക്കാം. അതാണെങ്കിൽ ഓർഡർ ആക്കിയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ കിട്ടുമോ ഇല്ലയോ ഒരു ഉറപ്പില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇസ്തിരി ഇട്ട് തരുന്നത് കാക്കയാണ് കേട്ടോ. ഇസ്തിരിയൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം അകൊക്കെ അടിച്ചു വാരി എടുത്തിട്ട് തുടക്കം നമ്മൾ തലേന്ന് തുടച്ചതാണ്. അകൊക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ സ്റ്റിച്ചിങ് പരിപാടി ഇങ്ങോട്ട് മുഴുവനായിട്ടില്ലായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ 5 മണിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എണീറ്റൊന്നുമല്ല, ബാക്കി ഇൻ്റത് ഷേപ്പ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. ചുരിദാർ ഇൻ്റത് ഷേപ്പ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ എന്താ വേറെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാദ്യം ഞാൻ അത്ര 4:30 എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ കാക്കാൻ്റെ അടുത്ത് ഇസ്തിരിടാൻ കൊടുത്തൊക്കെയായിരുന്നു. ഏതായാലും 30 ഇസ്തിരിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻ്റെതും കൂടെയാണ് കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ഒന്നുകൊണ്ട് ഒതുക്കി വെച്ച് വേഗം പഴം പുഴുങ്ങിയതും ചായ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ കുടിച്ചിട്ട് ഇതൊക്കെ ഇനിയിപ്പോൾ കുളിക്കാൻ പോകുന്ന പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതിൻ്റെ ഒരു കളറും പ്രിൻ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പം എന്താണെന്ന് അറിയില്ല, ചുരിദാർ ഇടാനായിട്ട് അപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെ മക്കളുടെ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിതാ ഡ്രസ്സൊക്കെ ചെയ്തു. ഇപ്പോൾ സമയം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. മക്കളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ ഈദ്ഗാഹിന് പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ പിന്നെ മേക്കപ്പും പരിപാടികളൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പൗഡർ ഞാൻ ഇടാത്തതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് പെരുന്നാളല്ല വിചാരിച്ചിട്ടൊന്ന് മുഖത്ത് പൗഡർ ഇടാൻ വിചാരിച്ചു. അപ്പോൾ മോനക്ക് ഇട്ടെടുക്കാമെന്ന് പോകാൻ പറഞ്ഞ് ഞാൻ ഇട്ടേക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് മുഖത്തേക്ക് പൗഡർ ഇട്ടപ്പോൾ എന്തോ പോലെ കേട്ടോ. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമല്ല, എനിക്ക് എന്താണെന്ന് അറിയില്ല, മുഖത്ത് പൗഡർ ഇടാൻ ഇഷ്ടമില്ല കേട്ടോ. വേറെ ക്രീമും കാര്യം ഒന്നും തേച്ചിട്ടില്ല നമ്മൾ. മറ്റേത് മോയ്സ്ചറൈസറുകളും തേക്കുമായിരുന്നു, അപ്പം അതും തേക്കലില്ല. ഓരോരോ മൂടയും. പക്ഷെ ലിപ്സ്റ്റിക്ക് ഇടും, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതില്ലാതെ പിന്നെ ഇല്ലാത്ത പരിപാടി കേട്ടോ, അതിടും. പിന്നെ കമ്മല് വള കമ്മല് അതൊക്കെ നമ്മളടുത്തുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഡ്രസ്സ് വാങ്ങിക്കുന്നതിനനുസരിച്ച് ഫാൻസി സംഭവങ്ങളൊന്നും വാങ്ങിക്കലില്ല, നമ്മളുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ കമ്മൽ ഇതാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. കുപ്പിവള പിന്നെ നമ്മളടുത്ത് എന്നോ ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ പരസ്പരം ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു. പിന്നെ എപ്പോഴാണ് സ്പ്രേ അടിക്കാൻ മറന്നു പോയത്. സ്പ്രേയും ഞാൻ അടിക്കൽ കുറവാണ്. എല്ലാ സ്പ്രേൻ്റെ മണം ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഒരു സ്പ്രേൻ്റെ മണക്ക് നല്ലോണം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ മണം.
അവന് മക്കൾക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ മോള് പൗഡർ ഇടുന്നിടത്തുനിന്നാണ് ഞാൻ സ്പ്രേ അടിച്ചുതരാമെന്ന് പറഞ്ഞാൽ വിളിച്ചെത്തിയത്. അപ്പോൾ ആൾ തോത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വേഗം ഇറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. നിസ്കാരം ഒരു 7 മണി 7:00 പള്ളിയിലെ നിസ്കാരം. അപ്പോൾ നമ്മളിതാ നിസ്കരിക്കാനുള്ള മുസല്ലിയും നിസ്കാരക്കുപ്പായം എടുത്തിട്ടുണ്ട്. ഹാഫ് കൈ ആണല്ലോ. അപ്പോൾ നിസ്കാരക്കുപ്പായൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നമ്മളെ ഈദ്ഗാഹിന് കൂടാൻ പറ്റിയില്ല കേട്ടോ. കൊടിഞ്ഞിയിൽ നമ്മൾ ഇവിടെയാണ് കൂടുന്നതാണ് കേട്ടോ രസം. നമ്മളെ കുടുംബക്കാരും നാട്ടുകാരും ഫാമിലി മൊത്തം ഉണ്ടാവല് ഇവിടെ ഈദ്ഗാഹിന് കൂടുമ്പോഴാണ് ഇതാണ് കേട്ടോ. ഇവിടെ ഇപ്രാവശ്യം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്, മറ്റേത് സ്കൂളിൽ വെച്ചിട്ടാണ് ഉണ്ടാവല്. ഓഡിറ്റോറിയത്തിൽ വെച്ചുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. സ്കൂളിൽ അവിടെ വെച്ച് പിന്നെ ഈദ്ഗാഹൊക്കെ നടത്തുമ്പോഴാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെയ്ത് ഒരു രസമില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ ചമ്മാട് ആണ് ഈദ്ഗാഹിന് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഓർഡർ ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു 12 മണിക്ക് വരവും 2 മണിക്കുള്ള കിടത്തും പിന്നെ 5 മണിക്ക് കഴിഞ്ഞാൽ ബാക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള സ്റ്റിച്ച് ചെയ്യലും പിന്നെ വീട്ടിലത്തെ ക്ലീനിങ്ങും. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഒരു ബിരിയാണിയും ഒരു ചിക്കൻ പൊരിക്കലാണെങ്കിൽ കൂടി അതിൻ്റെ അടിയിൽ കൂടി നടക്കില്ല വിചാരിച്ചിട്ടാണ് നമ്മൾ ഓർഡറാക്കാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ നേരത്തെ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളവിടെ 7 മണിക്കായിരുന്നു നിസ്കാരം, ഇവിടെ 7:30 അപ്പോൾ അരമണിക്കൂർ കിട്ടി. അതുകൊണ്ട് തെക്കുബീറൊക്കെ ഒരുപാട് നേരം ഇരുന്ന് ചൊല്ലി നമ്മളെ ഇത് പിന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമുക്ക് നല്ല അടിപൊളി സേമിയ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ച് പിന്നെ നമ്മളിങ്ങോട്ട് കയറുന്ന നേരത്തെ നല്ല മഴയായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് നല്ല അടിപൊളി മഴയായിരുന്നു. പിന്നെ ഇറങ്ങിയ സമയത്ത് മഴക്കാണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ ഇവിടുന്ന് എടുത്ത്, ഫോട്ടോ വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ചുരിദാർ കാണിച്ചിട്ട് ടീനേജുള്ള കണ്ടിട്ടില്ലല്ലോ. ഇതാണ് കേട്ടോ നമ്മളെ ചുരിദാർക്ക് നല്ലോണം ഇഷ്ടമായി. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചുരിദാർ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊന്ന് കമൻ്റ് ആക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഈദ്ഗാഹിന് വരാൻ കാരണം. മറ്റേത് ഇനി നമ്മളവിടുന്ന് ഈദ്ഗാഹിന് കൂടിയാലും എല്ലാവരും കണ്ട് വന്ന് വരുമ്പോഴത്തേന് നമുക്ക് ചിലപ്പോൾ പെരുന്നാൾ ചോറ് കിട്ടലുണ്ടാവില്ല. കാരണം ഓർഡർ ചെയ്യാത്തതോടെ ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ചിലപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് കിട്ടാഞ്ഞാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഹോട്ടലുണ്ടാവും വലിയ ഒരു പിടുത്തമില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്ത് ഒരു പെരുന്നാൾക്ക് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ പെരുന്നാസ്കാരം കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തലേന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ ഒന്നുമല്ലല്ലോ. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പോയി ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞ് ഫുഡ് ഉണ്ട് പറഞ്ഞിട്ടാ. ഞങ്ങൾ പിന്നെ ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ കിട്ടിയിട്ടാ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ കിട്ടി. മന്തിയായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മന്തി വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ഏതായാലും ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ഇനിയിപ്പോൾ ചോറ് വേണ്ട എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകല വിചാരിച്ചിട്ട് ഇങ്ങനെ പോണോ വയ്ക്കൽ കണ്ടീനും കുറച്ച് ആൾക്കാർ വണ്ടി നിർത്തിച്ചിട്ടും. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് അവിടെ പായസ വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സന്തോഷത്തോടു കൂടി തരുന്നില്ല. നമ്മളപ്പം കൂടെ പായസം കുടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ അത് ഒരു ഗ്ലാസ് കുടിച്ചല്ല. അപ്പം എന്നാൽ പായസം കുടിക്കല കഴിച്ചിട്ട് അത് വാങ്ങിച്ചിട്ട് ഇതാ സൈഡിൽ ഇരുന്നിട്ട് കുടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പെരുന്നാൾ മൊത്തത്തിൽ ഞാൻ പറയാം ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത പെരുന്നാളായിരുന്നു. പക്ഷെ എന്നാലും രസമായിട്ട് സംഭവം. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരുന്ന ബിരിയാണി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കണ്ട, നമുക്ക് നല്ലൊരു സൈഡിലായിട്ട് സ്ഥലമൊക്കെ നോക്കിയിട്ട് വൈക്കിലിരുന്ന് കണ്ടൊക്കെ ഫുഡ് കഴിക്കലേ, അങ്ങനെ കഴിക്കുക രസമായിട്ട് പ്രാവശ്യം അങ്ങനെ കഴിച്ചാലൊക്കെ പറഞ്ഞ് പ്ലാനിങ് ഒക്കെ ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ച ഫുഡ് വണ്ടിയിലും വെച്ചിട്ട് ഇതാ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ നാത്തൂൻ്റെ വീട്ടിലെത്തിയപ്പോൾ നാത്തൂൻ അവിടെ അല്ലേ, അവർക്ക് ഓരോ കാക്കാൻ്റെ വീട് മൂത്തച്ഛൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ പെരുന്നാളും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പിന്നെ ഇവിടെ എത്തി. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം നമ്മൾ നിൽക്കുന്ന കുട്ടികളെ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തിട്ടാ. അതിൻ്റെ ശേഷം പിന്നെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓരിവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിക്കണ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെയാണ്ട് ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിക്കാണ് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന്. അപ്പോൾ ഈദ്ഗാഹിന് പോകുന്ന ആ ഒരു തിരക്കിൽ നമ്മൾ പരസ്പരം ഈദ് മുബാറക്കൊക്കെ പറയാൻ വിഷ് ചെയ്യാനും മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും നിന്നിട്ടില്ലായിരുന്നു, മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈദ് മുബാറക്ക്. പക്ഷെ കാക്കുനോടും മോളോടും പറഞ്ഞിട്ടില്ല. ഒക്കെ മാറ്റിലും പിടിച്ചിലും ആ പോകുന്ന തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ അതൊക്കെ വിഷ് ചെയ്തതാണ് നിങ്ങൾ അതിൻ്റെ ഇടയിൽ കണ്ടത്. പിന്നെയാണ് ഇവിടെ ആകെ ടിസ്റ്റ് സംഭവിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടുന്ന് പോയതിൻ്റെ ശേഷം പിന്നെ അവിടുന്ന് കേട്ടോ ഞങ്ങൾ പെരുന്നാച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമുക്ക് വിരിച്ചത് അവിടെ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ചോറ്. ഞങ്ങൾ ഒരുപാട് വേണ്ടാന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഒരു നിർബന്ധിച്ച് കഴിക്കാതെ വിട്ടില്ല കേട്ടോ. പായസം കുടിച്ചു, ചോറൊക്കെ കഴിച്ചു. അങ്ങനെ നമുക്കാണെങ്കിൽ ചോറ് തിന്നിട്ട് പോണേ ഇല്ല. കാരണം പായസം ജ്യൂസും ഒക്കെ കുടിച്ചത് കൊണ്ട് പിന്നെ ചോറ് കഴിച്ചിട്ട് പോകണില്ല. അങ്ങനെ കുറച്ചൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളിത് വന്നിട്ടുള്ളത് നമ്മൾ ഈ പെരുന്നാളിൻ്റെ അടുത്ത ദിവസം വെള്ളിയാഴ്ച ഉണ്ടല്ലോ കളിയാട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും കളിയാട്ടം കാണാനായിട്ട് ഇഷ്ടം അവിടുത്തെ ആ ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാനാണെങ്കിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതും വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അവിടെ പോകുമ്പോൾ നേരം ഇവിടെ കറങ്ങി തിരിഞ്ഞു കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ നാത്തൂൻ്റെ അടുക്കൊക്കെ പോകുമ്പോൾ അനിയത്തിനോടൊക്കെ പോകുമ്പോൾ നേരെ വൈകില്ല വെച്ചിട്ട് ഏതായാലും അവിടെ പോയതിൻ്റെ ശേഷം സമാധാനത്തിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പെരുന്നാച്ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് കേട്ടോ. നമ്മുടെ ചോറ് അവിടെ നമ്മളെ വണ്ടിയിലുണ്ട് കേട്ടോ. നാത്തൂനോട് പോകുമ്പോൾ വാങ്ങിക്കുമെന്നും പറഞ്ഞു കണ്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഏതായാലും നമ്മൾ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് ഒരു തുണി വാങ്ങിച്ചു, അതുപോലെ നമ്മൾ അടക്ക പൊളിക്കണ യന്ത്രം ഉണ്ടല്ലോ തേങ്ങാക്കുള്ളിൻ്റെ മയക്കത്താ യന്ത്രം, അതും വാങ്ങിച്ച്. യന്ത്രം ഒന്നും പറയാൻ പറ്റൂല, അതും വാങ്ങിച്ച്. ബാക്കി ഇവിടെ നല്ല അടിപൊളി വെയിലായിരുന്നു കേട്ടോ. രാവിലെ നല്ല മഴയാണെങ്കിലും നല്ല വെയിലായപ്പോൾ പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. പിന്നെ കുറേ കുപ്പിവെള്ളം സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കൈമിൽ തന്നെ കുറേ കുപ്പിവെള്ളം ഉള്ളതുകൊണ്ട് എന്താണെന്നറിയില്ല പക്ഷേ വാങ്ങിക്കാൻ തോന്നിയില്ല. വേഗം അവിടുന്ന് പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പോന്നിട്ടുള്ളത് വലിയ നാത്തൂൻ്റെ വീട്ടിലേക്കാണ്. അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ നമ്മൾ ഫുൾ കുടുംബ സന്ദർശനമായിരുന്നു കേട്ടോ. പിന്നെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയി നാത്തൂനെ കൂട്ടിയിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം മക്കൾക്ക് പെരുന്നാക്കായൊക്കെ കൊടുക്കണത്. പിന്നെ വലിയ നാത്തൂനെയും കൂട്ടിയിട്ട് പിന്നെ നമ്മളെ ഫാമിലിയിലൊക്കെ പോയിട്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. സംഭവം ഞാൻ മറന്നു പോയിക്കണ് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. പിന്നെ രാത്രിക്കത്തെ ഫുഡ് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ. ഓക്കെ.